പ്രിയമുള്ളവരെ, 89 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവം കാണിച്ചു കൊടുത്ത വഴിയെ യാത്ര ചെയ്ത് ദൈവത്തിന്റെ നല്ല മകനായി ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ട ഈ പിതാവിന്റെ മൃതശരീരത്തിന് മുമ്പ് നിൽക്കുമ്പോൾ കണ്ണഞ്ചിറ കുടുംബത്തെക്കുറിച്ചും ഈ പിതാവ് കാണിച്ചു കൊടുത്ത വഴിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും എല്ലാം നമ്മുടെ മനസ്സിൽ വലിയ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ഈ കിളിയാർകണ്ടം പ്രദേശമായി, ഈ പ്രകാശ് മേഖലയുമായി ഏറെ അടുത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് കണ്ണഞ്ചിറ കുടുംബം. ഈ കുടുംബത്തിന്റെ നടുനായകത്വം വഹിച്ച് ദൈവം തന്ന മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് വിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സാമൂഹ്യ ഇടപെടലിന്റെയും എല്ലാം നല്ല വഴി ഈ പിതാവ് കാണിച്ചു കൊടുത്തു. ദീർഘകാലം ഭൂമിയിൽ ജീവിക്കുവാനായി ദൈവം കൊടുത്ത സമയമെല്ലാം പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഉപവിപ്രവർത്തനങ്ങൾ ഒഴുകി ജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ കുടുംബത്തെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച്, ഭാര്യയെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. ഇന്ന് ഇവിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ വൈദികരും സമർപ്പിതരും സമൂഹത്തിന് നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുമെല്ലാം ഈ പ്രിയപ്പെട്ട പിതാവിന്റെ മഹത്വത്തിന് പല രീതിയിൽ സാക്ഷികളായിട്ടുള്ള വ്യക്തികളാണ്. ദൈവത്തിന് ഈ പ്രിയപ്പെട്ട മകന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബാംഗങ്ങളോടും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മയോടും, ബഹുമാനപ്പെട്ട റോയി അച്ഛനോടും, ബോബി അച്ഛനോടും, പ്രിയപ്പെട്ട സിസ്റ്ററിനോടും, എല്ലാ മക്കളോടും ഇടുക്കി രൂപതയുടെ അനുശോചനവും ഈ പിതാവിനോടുള്ള സഭയുടെ വലിയ ആദരവും സഭയുടെ നാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നീതിമാന്മാർ അധിവസിക്കുന്ന സ്ഥിതിയിൽ ദൈവം ഈ പ്രിയപ്പെട്ട പിതാവിനെ ചേർക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോയുടെ വലിയ മഹത്വം ഈ മകന്റെ മേൽ പ്രകാശിക്കുമ്പോൾ നമ്മളും ആ വഴിയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണെന്ന ബോധ്യം നമുക്ക് ലഭിക്കുമാറാകട്ടെ.